ഫെബ്രുവരി മാസത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങളും അതിൻ്റെ പ്രത്യേകതകളും അടങ്ങിയിട്ടുള്ള പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫെബ്രുവരി 1 തീരദേശ സംരക്ഷണ ദിനം, കൊളംബിയ ബഹിരാകാശ ദിനം, കൽപ്പന ചൗള ചരമദിനം. തീരപ്രദേശത്ത് ജീവിക്കുന്ന മത്സ്യമേഖലയിൽ ഉൾപ്പെടുന്നവരുടെയും തദ്ദേശവാസികളുടെയും ജീവിത സുരക്ഷ ഉറപ്പുവരുത്തുകയും സമുദ്രതീരത്തെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഫെബ്രുവരി 1 തീരദേശ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത്. കൊളംബിയ ബഹിരാകാശ ദിനം, കൽപ്പന ചൗള ചരമദിനം. 2003 ഫെബ്രുവരി 1 കൊളംബിയ ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങാൻ 16 മിനിറ്റ് അവശേഷിക്കുമ്പോഴാണ് കൊളംബിയ ബഹിരാകാശ വാഹനം ടെക്സസിന് മുകളിൽ വെച്ച് ചിന്നിച്ചിതറുകയും ഇന്ത്യൻ വംശജ കൽപ്പന ചൗളയടക്കം 7 ബഹിരാകാശ സഞ്ചാരികളും ദുരന്തത്തിൽ മരണമടയുകയും ചെയ്തത്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. റാംസാറിൽ ചേർന്ന ആദ്യ ഉച്ചകോടിയെ ഓർമ്മിക്കുന്നതിനായി എല്ലാ ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമായി ലോകമെങ്ങും ആചരിക്കുന്നു. ഈ ദിവസം തണ്ണീർത്തടങ്ങൾ വൃത്തിയാക്കിയും പരിസ്ഥിതി സമ്മേളനങ്ങൾ നടത്തിയും മറ്റും ലോകം ആഘോഷിക്കുന്നു. തണ്ണീർത്തടങ്ങൾ വ്യാപകമായി നികത്തപ്പെടുകയും അതുവഴി വലിയ തോതിലുള്ള പാരിസ്ഥിതിക ആഘാതങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നതിനെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റാംസർ പട്ടികപ്പെടുത്തൽ പദ്ധതി നടപ്പാക്കിയത്. ഇത് 1971 ഫെബ്രുവരി 2 ഇറാനിലെ റാംസാർ നഗരത്തിൽ ചേർന്ന ഒരു ഉച്ചകോടിയുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞുവെന്ന ആശയമാണ്. ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഈ ഉച്ചകോടിയിൽ രൂപപ്പെട്ട ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. റാംസർ സൈറ്റുകൾ എന്ന് പിന്നീട് അറിയപ്പെട്ട തണ്ണീർത്തടങ്ങൾ സുസ്ഥിരമായ രീതിയിൽ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ജനങ്ങൾക്കിടയിൽ ക്യാൻസറിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും അതിനെതിരെയുള്ള പ്രതിരോധം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എല്ലാ വർഷവും ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായി ആചരിക്കുന്നു. ഫെബ്രുവരി 5 ചൗരി ചൗര ദിനം. 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീവെച്ച് 22 പോലീസുകാരെ കൊലപ്പെടുത്തിയ സംഭവമാണ് ചൗരി ചൗര ദിനമായി ആചരിക്കുന്നത്. ഫെബ്രുവരി 11 സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷാ ദിനമായി ആചരിക്കുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണം, പരിചരണം, ക്ഷേമം, വികസനം, പുനരധിവാസം, ശാക്തീകരണം എന്നിവയെക്കുറിച്ച് അവബോധം വളർത്താനാണ് ഫെബ്രുവരി 11 സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷാ ദിനമായി ആചരിക്കുന്നത്. ഫെബ്രുവരി 12 ഡാർവിൻ ദിനം. മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് മാത്രമേ അതിജീവിക്കൂ എന്ന് ലോകത്തെ പറഞ്ഞു പഠിപ്പിച്ച ഡാർവിൻ, ചാൾസ് ഡാർവിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 12 ഡാർവിൻ ദിനമായി ആഘോഷിക്കുന്നു. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം, ദേശീയ വനിതാ ദിനം. 1946 ഫെബ്രുവരി 13 ഐക്യരാഷ്ട്രസഭ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതിൻ്റെ ആദരസൂചകമായാണ് അംഗരാജ്യങ്ങൾ ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനമായി ആചരിക്കുന്നത്. ആഗോളതലത്തിൽ മാർച്ച് 8 വനിതാ ദിനമായി ആചരിക്കുമ്പോൾ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 13 ഇന്ത്യ വനിതാ ദിനമായി ആചരിക്കുന്നത്. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. എല്ലാ വർഷവും ഫെബ്രുവരി 14 ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ വാലന്റൈൻ ഡേ ദിനം അല്ലെങ്കിൽ പ്രണയ ദിനം ആഘോഷിക്കുന്നത്. പരസ്പരം സ്നേഹിക്കുന്നവരുടെ ദിനമാണ് വാലന്റൈൻ ദിനം. ലോകമെമ്പാടുമുള്ള ആളുകൾ തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് ഈ ദിനത്തിൽ സമ്മാനങ്ങൾ കൈമാറുകയും ഇഷ്ടം അറിയിക്കുകയും ചെയ്യുന്നു. അതിനാൽ അന്താരാഷ്ട്ര പ്രണയ ദിനമായി ഇത് ആചരിക്കപ്പെടുന്നു. ഫെബ്രുവരി 20 അരുണാചൽ പ്രദേശ് ദിനം, മിസോറാം ദിനം, ലോക സാമൂഹ്യ നീതി ദിനം. സൂര്യോദയത്തിൻ്റെ നാട് എന്നർത്ഥമുള്ള അരുണാചൽ പ്രദേശ് 1987 ഫെബ്രുവരി 20 ഇന്ത്യയിലെ 24ാമത്തെ സംസ്ഥാനമായി രൂപീകൃതമായി. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഫെബ്രുവരി 20 അരുണാചൽ പ്രദേശ് ദിനമായി ആഘോഷിക്കുന്നത്. അതേ ദിവസം തന്നെയാണ് മിസോറാം രൂപീകൃതമായത്. അതിനാലാണ് മിസോറാം ദിനമായും ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരി 20 ലോക സാമൂഹിക നീതി ദിനം ആഘോഷിക്കുന്നു. സാമൂഹിക അനീതിക്കെതിരെ ശബ്ദമുയർത്തുകയും ദാരിദ്ര്യം, ലിംഗഭേദം, ശാരീരിക വിവേചനം, നിരക്ഷരത, മതപരമായ വിവേചനം എന്നിവ ഇല്ലാതാക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ വിവിധ സമൂഹങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരികയും ചെയ്യുകയാണ് ഈ ദിനം ആചരിക്കുന്നതിൻ്റെ ലക്ഷ്യം. ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം.
ഭാഷാപരവും സാംസ്കാരികവുമായ വൈവിധ്യത്തെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബഹുഭാഷയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഫെബ്രുവരി 21 നടക്കുന്ന ലോകവ്യാപകമായ വാർഷികാഘോഷമാണ് അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം. ഫെബ്രുവരി 22 ചിന്താദിനം. എല്ലാ വർഷവും ഫെബ്രുവരി 22 ആഘോഷിക്കുന്ന ലോക ചിന്താദിനം യുവാക്കൾക്കിടയിൽ അന്താരാഷ്ട്ര സൗഹൃദവും അവബോധവും പ്രോത്സാഹിപ്പിക്കുന്നതിന് സമർപ്പിച്ചിരിക്കുന്നു. സ്കൗട്ടിംഗ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ ലോർഡ് റോബർട്ട് ബേഡൻ പവലിൻ്റെ ജന്മദിനത്തെ ആദരിക്കുന്നതിനുള്ള ഒരു മാർഗമായി 1926 സ്ഥാപിതമായ ലോക ചിന്താദിനത്തിൻ്റെ ചരിത്രം. ഈ ദിനം യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നവരുടെ ദിനം എന്നാണ് അറിയപ്പെടുന്നത്. 1932 ഈ ദിവസം ഔദ്യോഗികമായി ലോക ചിന്താദിനമായി ആചരിച്ചു തുടങ്ങി. സ്കൗട്ടിംഗ് പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലോകത്തിൽ അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ചും പ്രതിഫലിപ്പിക്കുന്നതിനുള്ള സമയമായി ഈ ദിനം ആഘോഷിക്കുന്നു. ലോക ചിന്താദിനം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും അവരെ ആശങ്കപ്പെടുത്തുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ആഗോളതലത്തിൽ പരിഹാരം നൽകാനും ഒരു വലിയ വേദിയും അവസരവും നൽകുന്നു. ഫെബ്രുവരി 24 ദേശീയ എക്സൈസ് ദിനം. ഉദ്യോഗസ്ഥരെ തങ്ങളുടെ കർത്തവ്യങ്ങൾ ആത്മാർത്ഥതയോടെ നിർവഹിക്കാൻ പ്രോത്സാഹിപ്പിക്കാനാണ് ദേശീയ എക്സൈസ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം. ഇന്ത്യ 1987 മുതൽ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുകയാണ്. 1928 ഫെബ്രുവരി 28 രാമൻ പ്രഭാവം കണ്ടെത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഫെബ്രുവരി 28 ശാസ്ത്ര ദിനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.